എളയച്ചൻ എങ്ങനെയുണ്ട് ഉണ്ണിയേട്ടാ? അതേപോലെ വടക്കേ അറയിൽ പുകഞ്ഞു തീരാനൊരു ജീവിതം, ഏതോ ഒരു ശാപജന്മം പോലെ. മുജ്ജന്മ കർമ്മഫലം അല്ലേ ഉണ്ണിയേട്ടാ? അച്ഛനും അമ്മയും പറയണത് ഈ ജന്മത്തെ കർമ്മഫലം തന്നെയാണെന്നാ. പോയിരുന്നോ അടുത്തെങ്ങാനും ഇല്ലത്തേക്ക്? ഇല്ല, കുറച്ച് ദിവസമായി. നല്ല കളിയുണ്ടായിരുന്നു. തിരുവേഗപ്പുറയില്, എറണാകുളത്ത്, ആലുവയില്, ചേതമംഗലത്ത്. ഞാൻ പറയാറില്ലേ ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടൻ പ്രസിദ്ധനാവുന്ന്. ഇന്നലെയും കൂടെ പേപ്പറിൽ വായിച്ചു ഞാൻ കഴിഞ്ഞ കളിയെ പറ്റി. ആ, ഉണ്ണിയേട്ടൻ അറിഞ്ഞില്ലേ? എന്ത്? രാവുണ്ണിയാശൻ കൂത്തമ്പലത്തുനിന്ന് രാജിവെച്ചു. സൂപ്രണ്ടിനോട് അപമര്യാദയായി പെരുമാറിയതിനെ സസ്പെൻഡ് ചെയ്തു. മൂപ്പര് കൈയോടെ രാജി എഴുതി കൊടുത്ത് ഇറങ്ങിപ്പോയി. ഞാൻ അറിഞ്ഞു. ഈയിടെയായിട്ട് ലഹരി കുറച്ച് അധികം ഉണ്ട് ആശാന്. നല്ല വേഷക്കാരനായതുകൊണ്ട് അരങ്ങ് കിട്ടാണ്ടിരിക്കില്ല. പേര് കേട്ട ഒരു ആശാനായിരുന്നു രാവുണ്യരാശാൻ. ഇപ്പൊ അരങ്ങത്ത് കയറിയിട്ട് ഒരു 10-15 കൊല്ലായിട്ടുണ്ടാവും. സൗഗന്ധ്യത്തിലെ ഹനുമാനെയും വധത്തിലെയും വിജയത്തിലെയും ബാല്യയുമൊക്കെ ലഹരിയിൽ മുക്കിക്കൊന്ന ഒരാശാൻ. അദ്ദേഹത്തിന് ഇപ്പൊ ചായക്കട. ഇവിടെ ഇതന്നെ കട. ഇങ്ങോട്ട് വരിക. ആശാൻ ഇപ്പൊ കളിക്കൊന്നും പോവാറില്ല. കളിക്കല്ല, ഒന്ന് കാണാനാ. കാണാപ്പ അത്രയ്ക്കൊന്നും ഇല്ല. ഇതാ അവിടെ കിടക്കുന്നുണ്ട്. കാശ് വല്ലതും കൊടുക്കാന്ന് വെച്ചാ ഇവിടെ തന്നോളൂ കേട്ടോ. മരുന്നിനും കുഴമ്പിനും ഒക്കെ ഇപ്പൊ എന്താ വില. ഞാനപ്പ കാര്യങ്ങളൊക്കെ നോക്കണതേ. എന്നാ ഞങ്ങളൊന്ന് കണ്ടോട്ടെ. ആ ആയിക്കോട്ടെ. കഥകളിന്ന് പറഞ്ഞ് കള്ളും കുടിച്ച് നടന്നിട്ടിപ്പോ ബാക്കിയുള്ളവർക്കാ ദുരിതം മുഴുവൻ. ആശാനെ, രാവണീരാശാനെ, ആശാനെ, ഞാനാ രാഘവൻ. ഇത് ഫ്രാൻസിൽ നിന്ന് വന്ന കുട്ടിയാ. ആശാനൊന്ന് കാണാന്ന് വെച്ചിട്ട്. അല്ല ആശാനെ, ഇത്രയും മോഹിച്ചു വന്നിട്ട്. ചില ദിവസം ഇങ്ങനെയാ, വല്ലാത്ത ദേഷ്യ. നമ്മള് നമുക്ക് പോവാം. the